ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ധ്യാനപൂർവമായ ഒരു നിശബ്ദതയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ, കന്യാമാതാവേ. ആവേ മരിയ, കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീ. 46-ാം സങ്കീർത്തനം 10-ാം വാക്യം. സാം 46 വേഴ്സ് 10. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. വേദപുസ്തകത്തിലെ നിശബ്ദത ശൂന്യതയല്ല, അത് ദൈവത്തിങ്കിലേക്കുള്ള തുറവിയാണ്. ദൈവം സംസാരിക്കുന്നത് ബഹളമയമായ ഒരു സാഹചര്യത്തിലായിരിക്കില്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ശാന്തതയിലും നിശബ്ദതയിലുമായിരിക്കും. ദൈവത്തോട് തുറവിയോടെ കാത്തിരിക്കുന്ന ഒരു ഹൃദയത്തോടാണ് ദൈവം സംസാരിക്കുന്നത്. സങ്കീർത്തനം അതുകൊണ്ടാണ് നമ്മെ ഓർമ്മിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത്. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. 15 നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെ കൂടുതൽ ധ്യാനിക്കുന്ന ഈ നാളുകളിൽ മറിയത്തിൽ വിളങ്ങിയിരുന്ന വലിയ സുഹൃതമാണ് ഈ നിശബ്ദത, ശാന്തത. മറിയം ദൈവിക രഹസ്യങ്ങളെ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് നിശബ്ദതയിലാണ്. അവൾ നമ്മെ പഠിപ്പിക്കുന്നു, നിശബ്ദമായ ധ്യാനം ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് സീയിങ് ഇറ്റ് ത്രൂ ഗോഡ്സ് ഐസ്. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ കാണാൻ അത്തരമൊരു ധ്യാനം നമ്മെ ഒരുക്കും. ഇന്ന് ഈ കാലത്ത് നമ്മുടെ ജീവിതങ്ങൾ വല്ലാണ്ട് വ്യഗ്രത നിറഞ്ഞതായി മാറുകയാണ്. വി ആർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് കോൺസ്റ്റൻറ്റ് ഡിസ്ട്രാക്ഷൻസ്. അത്തരമൊരു കാലത്തും ലോകത്തും ജീവിക്കുമ്പോൾ ബോധപൂർവമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. വല്ലപ്പോഴും ഒരിക്കൽ എല്ലാത്തിൽ നിന്നും ഒന്ന് പിന്മാറി നിശബ്ദതയിൽ ശ്രവണത്തിൽ ഇരിക്കുന്ന ധ്യാനത്തിൻ്റെ നിമിഷങ്ങൾ. ഇന്ന് ഈ ദിവസം എപ്പോഴെങ്കിലും സമയം കിട്ടുന്നത് പോലെ ഒരല്പം നേരം വെറുതെ നിശബ്ദതയിൽ കർത്താവ് തമ്പുരാനെ ധ്യാനിച്ച് ഇരിക്കാൻ നമുക്ക് കഴിയട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ അതിന് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, എൻ്റെ ഉള്ളിലെ ബഹളങ്ങളെ, എൻ്റെ ഉള്ളിലെ
ശബ്ദകോലാഹലങ്ങളെ ശാന്തമാക്കി നീ എന്നെ ശാന്തതയിൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃകയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിന്റെ രഹസ്യങ്ങളെ, നിന്റെ ഇടപെടലുകളെ നിശബ്ദതയിൽ ധ്യാനിക്കാൻ എൻ്റെ ഹൃദയത്തെ പരിശീലിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ എൻ്റെ നാവുകൾ നിന്റെ സ്വരം കേൾക്കുമല്ലോ നാഥ. ഈ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.